ഹായ് നമസ്കാരം, ഞാൻ അബിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഇതാ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ റോഡിൽ എത്തിയപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പം നമ്മളിപ്പോൾ പോണത് എന്താ പറയുക, എറണാകുളത്തേക്കാണ്, ലുലു മാളിലേക്കാണ്. അപ്പം ഞങ്ങളൊരു ചെറിയൊരു ഡേ ഔട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നേരെ ലുലുവിലെത്തി. അപ്പം പിള്ളേർ 3 പേരെയും മാനേജ് ചെയ്യാനുള്ളടുത്ത് എനിക്കങ്ങനെ കണ്ടിന്യൂസ് ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ലുലുവിലെത്തി കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്നിപ്പം ലുലുവിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ആണ് നാളെ 23 ജൂലൈ, അവരുടെ 2nd ബർത്ത്ഡേ ആണ്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചെറിയൊരു പർച്ചേസിന് ഇറങ്ങിയതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏട്ടൻ പതിവ് പോലെ തന്നെ കേശുവിന് എടുത്തിട്ടുണ്ട്, കുഞ്ഞിൻ്റെ കയ്യിലും ഉണ്ട്. ഞങ്ങളിത് ഉള്ളിൽ കയറിയിട്ട് ആദ്യം പോയത് ഒരു 1:30-2 മണീൻ്റെ അടുത്താവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ മുകളിലോട്ടാണ് പോയത്. മുകളിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചിട്ട് പിള്ളേർക്ക് വിശക്കില്ല, അപ്പോൾ ആ പർച്ചേസിങ്ങിലൊക്കെ കിടക്കാമെന്ന് കരുതി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് കുഞ്ഞി കഴിക്കുന്നുണ്ടായില്ല. കുഞ്ഞി കഴിച്ചു, കേശ് കഴിക്കുന്നുണ്ടായില്ല. അവൻ ഭയങ്കര വാശിയും കാര്യമൊക്കെ ആയിരുന്നു. എന്താ പറ്റിയത് എന്നുള്ള അറിയില്ല. സാധാരണ നോർമലി നേരെ തിരിച്ചാണ്. ഇവർ രണ്ടുപേരും ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അതായത് ഇപ്പോൾ കേശു ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞ് കഴിക്കില്ല, കുഞ്ഞ് കഴിക്കുമ്പോൾ കേശു കഴിക്കില്ല. അതാണ് അവരുടെ പരിപാടി. ഇപ്പം സാധാരണ കുഞ്ഞ് അങ്ങനെ കുറച്ചായിട്ട് കഴിക്കാറുണ്ടായിരുന്നില്ല. അവൾ വായിന്ന് തൂത്ത് കളയും. അതായിരുന്നു പരിപാടി. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ 2 പേരും ഫുഡ് കഴിപ്പിച്ചെടുക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, കേശു ഒന്നും കഴിക്കുന്നുണ്ടായില്ല. അവൻ ഫുൾ വായനെടുത്ത് തൂത്ത് കളഞ്ഞ്. കുഞ്ഞ് പക്ഷേ കഴിച്ചു. അപ്പോൾ ഭയങ്കര സൺഡേ ആയതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു, ഭയങ്കര തിരക്കുണ്ടായിരുന്നു ലുലുവിൽ. അപ്പോൾ നമ്മൾ കുറേ നടന്നിട്ടാണ് നമ്മളൊരു ചെയർ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഭാഗ്യത്തിന് നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരു സ്ഥലത്തൊരു ബേബി ചെയർ കണ്ട് അത് പൊക്കിക്കൊണ്ടുപോയി. അതുപോലെ തന്നെ ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് വേറെ ബേബി ചെയർ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരും പിടിച്ച് ബേബി ചെയറിൽ ഇരുത്തി, ഇല്ലെങ്കിൽ എന്നെ കഴിപ്പിക്കില്ല. കുഞ്ഞിൻ്റെ വായക്കൈ വെക്കലിനൊരു കുറവുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ 2 പേരും ബഹളമായപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിൽ നമ്മുടെ വീഡിയോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ കഴിപ്പിക്കില്ല, ഇനിയും കഴിപ്പിക്കില്ല, അവരെയും കഴിപ്പിക്കില്ല. അപ്പോൾ ഫോണിൽ വീഡിയോ വെച്ച് കൊടുത്തോണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, വീഡിയോസ് അവർ കഴിക്കുമ്പോഴുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ കഴിച്ച് കഴിഞ്ഞായിട്ട് ആദ്യം വാഷ്റൂമിലൊക്കെ പോയി വന്നത് കഴിഞ്ഞ് ഞാനും കാശിയും കൂടെ പോയി. അപ്പോൾ കാശിൻ്റെ ഭാഗം ഭയങ്കര എന്താ പറയുക, ഫാൻസി ഡ്രസ്സ് ആയിരുന്നു. അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര ഫാഷൻ നടത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കഴിച്ച് കഴിയാനായപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് ഫിലിമിന് കയറിയിട്ട് കൽക്കിക്ക് കയറാമെന്ന് പറഞ്ഞു. വെച്ചാൽ നല്ല മൂവിയാണ്, ഏട്ടൻ ഓൾറെഡി കണ്ട്. അപ്പോൾ കാശീനെ കാണിക്കണം, നമുക്ക് കൽക്കിക്ക് കയറാമെന്ന് പറഞ്ഞു. അവിടെ PVR തന്നെ ലുലുവിനകത്ത് തന്നെ കയറാമെന്ന് പറഞ്ഞു. അപ്പം 3:30 ഒരു ഷോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിന് കയറാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് സമയം ഓൾറെഡി 3 മണി ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് നേരം പുറത്ത് പിള്ളേരെ നടത്താൻ നിന്നിട്ട് നമുക്ക് എന്താ പറയുക, ഫിലിമിന് കയറാൻ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, PVRൻ്റെ മുന്നിലെത്തി. അകത്തേക്ക് കയറില്ല, വെച്ചാൽ അവിടെ ഇനി ഇവർ അലമ്പായാൽ ബുദ്ധിമുട്ടല്ലെന്ന് വെച്ചിട്ട് പുറത്താണ് നിന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തായിട്ടുള്ള അവിടെയാണ് നിന്നത്. അപ്പം കേശുവിന് ഉറക്കം വന്നിട്ട് ഏട്ടൻ്റെ തോളിലിങ്ങനെ ചാരി കിടപ്പും ഉറക്കിനൊരു വക്കിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഉറക്കണ്ട, അകത്ത് കയറിയിട്ട് ഉറക്കമില്ല എന്നുണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്. അത് കാരണം പിന്നെ ഏട്ടൻ കേശുവിനെ ഉറക്കില്ല, കേശുവിനെയും താഴെ വെച്ചു. കുഞ്ഞി അവിടെ മുഴുവൻ കിടന്ന ആ പെണ്ണ് ഓടിയിട്ടുണ്ട്, ഇനി എവിടെയും നിർത്തിച്ചിട്ടില്ല. അങ്ങനെ ഭയങ്കര ഓട്ടയിരുന്ന ആള്. എന്താ പറയുക, കേശുക്ക് ചെയ്യുന്ന കാര്യങ്ങളപ്പോൾ കുഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ കേശു അങ്ങനെയായിട്ടാണ് വെച്ചാൽ, കുഞ്ഞ് സാധാരണ പുറത്ത് ചെന്നാൽ ഒക്കത്തുനിന്ന് ഇറങ്ങിയില്ല. കേശു ആണ് ഫുൾ ഓടി നടക്കുക. പക്ഷേ ഇവളിന്ന് നേരെ തിരിച്ചിട്ടായിട്ടുണ്ട്. PVRൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് വേഗം അതിനകത്ത് കേട്ടോ, നമുക്ക് ജസ്റ്റ് ഡ്രസ്സൊന്ന് നോക്കണ്ടോ, വല്ലതും അവൾക്ക് പറ്റിയതുണ്ടോ എന്ന് നോക്കാം, ബർത്ത്ഡേക്കുള്ളതുണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അകത്ത് കയറിയപ്പോൾ പിന്നെ അവളെ എടുക്കാൻ സംബന്ധിച്ച് ബോധം കിട്ട് കാര്യം ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറേ ഡ്രസ്സൊക്കെ എടുത്ത് കേശു ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ താഴെ വെച്ച് നടത്തിയതാണ്. അവൻ ഉറക്കം മാറാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഉള്ളിൽ കയറിയിട്ട് ഉറക്കാമെന്നില്ലെങ്കിൽ ബഹളം പെട്ടെന്ന് കേൾക്കുമ്പോൾ, ഉറക്കത്തിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ എഴുന്നേറ്റാലോ വെച്ചിട്ടേ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അകത്ത്, ഫിലിം കാണാൻ വേണ്ടിയിട്ട് സൺഡേ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ അതിനകത്ത് കയറി നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കേട്ടോ, ഉള്ളിൽ കയറുന്ന സമയത്ത് കയറി നമ്മളവിടെ നമ്മുടേത് 5 ആയിരുന്നു. അപ്പോൾ ഏട്ടൻ ഏതാണ് എന്താ പറയുക 5 എന്നുള്ള അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള സെറ്റപ്പുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സീരിയൽ ആക്ട്രസ്സായ ഗോപിക, ഹസ്ബൻഡ് GP, നമ്മുടെ GPയും ഗോപികയും 5 ഉണ്ടായിരുന്നു അവിടെ. ജസ്റ്റ് കണ്ടു, അവരെടുത്തേക്കൊന്നും പോകാനൊന്നും പറ്റില്ല. അവർ മാസ്ക് ഇട്ട് ആരും തിരിച്ചറിയാതൊക്കെ നിന്ന് മാസ്കൊക്കെ ഇട്ടിട്ടായിരുന്നു. അപ്പം ജസ്റ്റ് GP പാസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞാൽ ഇത് GP ആണല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഉറപ്പിച്ച ആൾ തന്നെയാണ് എന്നുള്ളത്. അപ്പം നോക്കുമ്പോൾ ഗോപിക ഉണ്ടായിരുന്നു അപ്പുറത്ത്. പിന്നെ അവർ ചെന്ന് പോപ്കോൺ വാങ്ങിക്കുന്നതാണ് കണ്ടത്.
പിന്നെ അവർ പോപ്കോൺ ഞാൻ തോന്നുന്നു എന്തോ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ പോയി. പിന്നെ ഞങ്ങൾ ടൈമായപ്പോൾ ഞങ്ങളും അകത്തേക്ക് കയറി. അത്യാവശ്യം ഫിലിമിന് ഫുള്ളായിരുന്നു. നല്ല നല്ല മൂവി, സൂപ്പർ മൂവിയായിരുന്നു. ഞാൻ ആ പൊക്കത്തിൽ കാണിച്ചിരുന്ന ജീപ്പിനെ കേട്ടോ, ആ ഒരു ബ്ലാക്ക് മാസ്ക് ഇട്ടിട്ട് അത് ജീപ്പിയാണ്. ഗോപിക്ക് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, നല്ല മൂവി, സൂപ്പർ മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സെക്കൻഡിങ്ങിനായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ ഓൾവേസ് കേശു ആണല്ലോ ഉണ്ടാവുക. കേശു ഉണ്ട്, എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്. അപ്പോൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി, അങ്ങനെ അലമ്പാക്കിയിട്ടൊന്നുമില്ല. പിന്നെ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പം കുറച്ച് ടൈം എടുത്തു. ഞങ്ങൾ ഭയങ്കരമായിട്ട് ലേറ്റായി. ഞങ്ങൾ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ മുടി വെട്ടിക്കണം, പിന്നെ ഡ്രസ്സ് എടുക്കണം, പിന്നെ ജസ്റ്റ് ഒന്ന് കറക്കം ഇതായിരുന്നു വിചാരിച്ചത്. അപ്പോൾ മുടിയും വെട്ടിയില്ല, ഡ്രസ്സ് എടുക്കെല്ലാം അവസാനം എത്തിയപ്പോൾ കുറച്ച് പരിങ്ങലിലായി. അപ്പോൾ സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ കേശു രാവിലെ പാമ്പേഴ്സ് യൂസ് ചെയ്താണല്ലോ, അപ്പോൾ കുറച്ച് ലീക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഏട്ടൻ താഴെ പാമ്പേഴ്സ് കയ്യിലുണ്ടായിരുന്നില്ല. ഓൾറെഡി ഞങ്ങൾ തീർന്നിരിക്കാതെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് നോക്കിയപ്പം അവിടെ കട ഭയങ്കര തിരക്ക്. അപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയപ്പം അവിടെയും ഭയങ്കര തിരക്ക്. എന്തോ ഓഫറും പിന്നെ സൺഡേ ഒക്കെ കൂടെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഞാൻ താഴെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഏട്ടൻ വിളിച്ചു, ഭയങ്കര തിരക്കാടി, നമുക്ക് ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇവനെ എടുത്ത് നടക്കാൻ പറ്റാച്ച ഞാൻ ട്രോൾ എടുത്തിട്ട് അതിൽ ഇരുത്തിയതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏട്ടൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ താഴോട്ട് വരാം ഏട്ടാ, അവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞ് അങ്ങനെ ഏട്ടൻ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ നേരെ ഇറങ്ങി. ഞാനും കാശിക്ക് മൂത്രം ഒഴിക്കാണ്ട് പറഞ്ഞാണ് കാശിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ നേരെ താഴോട്ട് ഇറങ്ങി. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ എങ്ങോട്ടാണ് പോയത്, ഞങ്ങൾ ചെന്ന് ഹോട്ടലിലേക്ക് പോകാൻ നോക്കിയപ്പം ഏട്ടൻ പറഞ്ഞ അവൻ്റെ ഡ്രസ്സൊക്കെ ഏട്ടൻ അപ്പോഴത്തേക്ക് പാമ്പേഴ്സ് വാങ്ങിക്കൊണ്ട് തന്നു. അപ്പോൾ ചേഞ്ച് ചെയ്യിപ്പിച്ചു, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പോയി വന്നപ്പോൾ പറഞ്ഞു ഭയങ്കര തിരക്കാണ്, അവിടെ ഇരിക്കാൻ സ്ഥലമല്ല. അപ്പോൾ അത് കാരണം ഒരു കാര്യം ചെയ്യാം, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വണ്ടിയിൽ തന്നെയൊക്കെ കൊടുക്കാം പിള്ളേർക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചു, പിള്ളേർക്ക് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് സൈഡ് കയറി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ കുഞ്ഞിവിടെ ഭയങ്കര ഓട്ടമായിരുന്നു, ഒരു രക്ഷ ഉണ്ടായില്ല അവളെ കൊണ്ട്. അവൾ ഉടുപ്പിൻ്റെ പുറകിലാണെങ്കിൽ സിബ് ഞാൻ ഇട്ട സമയത്ത് എൻ്റെ കയ്യിൽ ഊരിപ്പോന്ന്. അപ്പോൾ അത് ഓപ്പണായി കിടക്കുകയായിരുന്നു, ഒരുമാതിരി ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് അവിടെ മാത്രം കയറി, ഞങ്ങൾ വലിയ തിരക്കില്ലാത്ത കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. കയറി കേശു ഏട്ടനടുത്തും താഴെ ഇറങ്ങിയില്ല, അവളവിടെ മുഴുവൻ ഓടി നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങിട്ടോ, അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്തില്ല. എന്താ വെച്ചാൽ പിള്ളേർ ആവശ്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് അവർക്ക് എടുത്ത ഔട്ട്ഫിറ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വേറെ വലിയ സെലക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊന്ന് സെലക്ട് ചെയ്താണ്. അപ്പോൾ അവൾ ട്രയൽ അയക്കാനൊക്കെ പോയിട്ട് ഭയങ്കര ബഹളമായിരുന്നു, ഒന്നും സമ്മതിക്കുന്നൊന്നും ഉണ്ടായില്ല. അങ്ങനെ ട്രയലൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ പിള്ളേരൊക്കെ അവസരമായതുകൊണ്ട് വേഗം ഞങ്ങൾ വിട്ട്. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളെ യാത്രകൾ. അപ്പോൾ ഞാണ്ടേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക ഇൻട്രോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഔട്ട്ഡോർ എങ്കിലും എടുക്കാമെന്ന്. അപ്പം വീട്ടിലെത്തി 10 മണിയായി. വീട്ടിലെത്തുമ്പോൾ ഇനിയിപ്പോൾ പിള്ളേർക്ക് ലൈറ്റായിട്ട് നമ്മൾ ദോശയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കഞ്ഞി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കഞ്ഞി ഒന്ന് ചൂട് ആക്കാൻ വേണ്ടിയിട്ട് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്നത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കാനാണ്, നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ഉടനെ കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ ശുഭാവിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ബൈ.